ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 2ാം ക്ലാസ്സിലെ മലയാളം പാർട്ട് 2-ലെ 7ാമത്തെ അധ്യായമായ മണിയൻ്റെ യാത്ര എന്ന പാഠഭാഗം ചർച്ച ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് മണിയൻ്റെ യാത്ര എന്നൊക്കെ. അപ്പോൾ എല്ലാ മക്കളും റെഡിയല്ലേ? ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് നമുക്ക് ഈ പാഠഭാഗം എന്താണ്, എങ്ങനെയാണ് മണിയൻ്റെ യാത്ര എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ മക്കളെ, ആദ്യമായിട്ടല്ലേ നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുന്നത്? അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോയാലോ? പാഠം 7 മണിയൻ്റെ യാത്ര. അപ്പോൾ എല്ലാവരും നോക്കൂ ഈ ചിത്രത്തിലേക്ക്. ഇവിടെ ആരെയാണ് കാണിക്കുന്നത്? മണിയൻ എന്നു പേരുള്ള ഒരു സൈക്കിളാണ് കേട്ടോ. അതായത് മണിയൻ സൈക്കിളാണ്. ഈ മണിയൻ സൈക്കിള് ഒരു യാത്ര പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താണ് പറയുന്നത്? നിം 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 നിം. മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയനോടി. ആഹാ, നല്ല രസം. തോട്ടിൻ കരയിലൂടെ മണിയനോടി. തോട്ടിലെ പരൽ മീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും സൈക്കിളിൽ പോയിട്ടുണ്ടോ? നമ്മുടെ തോട്ടിൻ കരയിലൂടെയും പാടത്തൂടെയും എങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ആസ്വദിച്ച് മരങ്ങളും പുഴകളും പാടങ്ങളും പക്ഷികളെയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾ സൈക്കിളിൽ പോയിട്ടുണ്ടോ? നല്ല രസമാണല്ലേ ആ യാത്ര. അതുപോലെയാണ് നമ്മുടെ മണിയൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാഴ്ചകളും കണ്ട് ഓടിച്ചാടി നടക്കുകയാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഈ പാഠഭാഗം വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നിം 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 നിം. മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയനോടി. ആഹാ, നല്ല രസം. തോട്ടിൻ കരയിലൂടെ മണിയനോടി. തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. അപ്പോൾ മക്കളെ, നമുക്ക് 2ാമത്തെ പേജിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് ഇനി മണിയൻ കണ്ടതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ? പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചു. പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ടോടി. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു. അപ്പോൾ നമ്മുടെ മണിയനെ പുഴക്കരയിലൂടെ ഓടുമ്പോൾ എന്ത് ചെയ്തു? പുഴയിലെ കുഞ്ഞോളങ്ങളൊക്കെ മണിയനെ കണ്ടിട്ട് കുലുങ്ങി ചിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്തു? മണിയന് സൈക്കിളിൽ ഇങ്ങനെ മണിയടിച്ച് പോകുമ്പോൾ എന്ത് ചെയ്തു? വഴികളിലൂടെയുള്ള പൂക്കളൊക്കെ മണിയനെ നോക്കിയിട്ട് സന്തോഷത്തോടെ തലയാട്ടി. അങ്ങനെ മണിയൻ സൈക്കിൾ മണിയടിച്ചിട്ട് അവരോടൊപ്പം ചേർന്നു. അപ്പോൾ എന്താണ്, മണിയന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ പുഴകളും പൂക്കളൊക്കെ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ മക്കളെ, ഈ പാഠഭാഗത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാലോ? ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടാവാം അവർ സന്തോഷിപ്പിച്ചത്? അപ്പോൾ ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്? നമ്മുടെ പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചില്ലേ? അപ്പോൾ എന്താണ്, പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ സന്തോഷിപ്പിച്ചു. അതുപോലെ തന്നെ മണിയന് ഓടി ഓടി നടക്കുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ എന്ത് ചെയ്തു? മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. അപ്പോൾ ആരൊക്കെയാണ്? പുഴകളിലെ കുഞ്ഞോളങ്ങളും വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികളുമാണ് മണിയനെ സന്തോഷിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത പേജ് നമുക്ക് നോക്കാം. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. മണിയൻ വശത്തേക്ക് മാറി നിന്നു.
മാനത്തേക്ക് നോക്കി. കുഞ്ഞു പക്ഷിയെപ്പോലെ ഒരു വിമാനം. മണിയൻ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി. ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ. റോഡുകൾ നിറയെ വാഹനങ്ങൾ. ഹായ്, എന്തു രസം! ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണിവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ സൈക്കിളിൻ്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ. അപ്പോൾ മക്കളെ, എന്തോ ശബ്ദം മണിയൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ മാനത്തേക്ക് നോക്കിയപ്പോൾ ആരാണ്? കുഞ്ഞു പക്ഷിയെപ്പോലെ എന്താണ് പോകുന്നത്? ഒരു വിമാനം. മണിയൻ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പിന്നെ മണിയൻ കണ്ടത്? മുന്നോട്ട് പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കാണാൻ തുടങ്ങി. ഓടി ഓടി മണിയൻ അപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത്? പട്ടണത്തിലാണ് എത്തിയിട്ടുള്ളത്. ടൗണിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ടൗണിൽ നിങ്ങൾക്ക് അറിയാലോ, കുറേ വണ്ടികൾ ഉണ്ടാകും, കെട്ടിടങ്ങൾ ഉണ്ടാകും, അതുപോലെ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകളും ഉണ്ടാകും, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ടൗണിലൊക്കെ? അപ്പോൾ അതാണ് നമ്മുടെ ഈ പട്ടണത്തിൽ നമ്മുടെ മണിയൻ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ മണിയൻ സൈക്കിളിൻ്റെ മനസ്സ് നിറയെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? എന്തോരം ആളുകളാണ് ഇവിടെ, എന്തൊരു ധൃതിയാണ് ഇവർക്ക്, എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മണിയൻ സൈക്കിളിൻ്റെ മനസ്സിലും വന്നു. അപ്പോൾ മക്കളെ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മണിയന് സൈക്കിളിൽ മണിയടിച്ച് എവിടെ എത്തി? പട്ടണത്തിലെത്തിയിട്ടുണ്ട്. പട്ടണത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് നമ്മുടെ മണിയന്. നിങ്ങളൊക്കെ പട്ടണത്തിൽ പോയിട്ടില്ലേ? പട്ടണം എന്ന് പറഞ്ഞാൽ ടൗണാണ് കേട്ടോ. അപ്പോൾ ടൗണിൽ പോകുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളും വാഹനങ്ങളും കുറേ ആളുകളെയും പിന്നെന്താ കാണൽ? കുറേ വാഹനങ്ങൾ എല്ലാം കാണലില്ലേ? അപ്പോൾ അതാണ് പട്ടണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? കാറും ബസ്സും റിക്ഷാ വണ്ടിയും ഒക്കെ റോഡിൽ പൊടിപൂരം. നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം. മനസ്സിലായോ? എന്താണ് പട്ടണത്തിൽ? കാറും ബസ്സും റിക്ഷാ വണ്ടിയും ഒക്കെ റോഡിൽ പൊടിപൂരം. എന്താണ്? കാറും ബസ്സും റിക്ഷായും എല്ലാം റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം. പിന്നെന്താണ്? ഒരുപാട് സ്കൂട്ടർ വണ്ടികൾ, ബൈക്കുകളും സൈക്കിൾ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതാണ് സ്കൂട്ടർ വണ്ടികൾ എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്? റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം പോവാണ്. അടുത്തത് എന്താ നമുക്ക് നോക്കിയാലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ എന്തൊക്കെയാവാം? നമ്മുടെ മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത് റോട്ടിൽ കൂടെ? കാറും ബസ്സും പിന്നെന്താണ്? റിക്ഷായും അതുപോലെ തന്നെ സ്കൂട്ടർ വണ്ടികളും ഒക്കെയാണ് നമ്മുടെ മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാമെഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ? എന്തൊക്കെ കണ്ടു? മാനം തൊടുന്ന കെട്ടിടങ്ങൾ, പിന്നെന്തൊക്കെയാ? ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറി ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? കെട്ടിടങ്ങളും പാർക്കുകളും പച്ചക്കറി ചന്തകളും കടകൾ, പിന്നെന്താണ്? റോഡുകൾ, വാഹനങ്ങൾ. ഇതൊക്കെയാണ് എന്ത്? പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം നിങ്ങൾ ഏതാണെന്ന് ആലോചിച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? അപ്പോൾ മക്കളെ, എല്ലാവരും റെഡി ആയിരിക്കല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ? അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കേൾക്കാം. ഹോ, എന്തൊരു തിരക്ക്! 4 റോഡുകൾ കൂടിച്ചേരുന്നൊരു സ്ഥലം. മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം.
തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി. പച്ച വെളിച്ചം കത്തി. മണിയൻ സൈക്കിൾ മുന്നോട്ടോടി. അപ്പോൾ മക്കളെ, നിങ്ങൾ സിഗ്നൽ കണ്ടിട്ടില്ലേ? ട്രാഫിക്കിൽ സിഗ്നൽ കണ്ടിട്ടില്ലേ? ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ കത്തി നിൽക്കുന്ന സിഗ്നൽ. അപ്പോൾ അതുപോലെയുള്ളൊരു സിഗ്നലിലാണ് നമ്മുടെ മണിയനും നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം കത്തിയപ്പോൾ ഒരു കുഞ്ഞി കാറിനു പിന്നിലാണ് നമ്മുടെ മണിയൻ സൈക്കിൾ നിർത്തിയിട്ടുള്ളത്. പിന്നെയോ പച്ച വെളിച്ചം കത്തിയപ്പോൾ മണിയൻ സൈക്കിൾ വേഗം മുന്നോട്ട് ഓടി. മനസ്സിലായോ? അപ്പോൾ എന്താണ്? സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം കത്തിയാൽ നമ്മൾ വണ്ടികളൊക്കെ നിർത്തണമെന്നാണ് പറയുന്നത്. പച്ച കത്തിയാലോ? പച്ച കത്തിയാൽ നമുക്ക് വണ്ടി എടുക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ? ചുവപ്പ് വെളിച്ചം കത്തുന്നു, വണ്ടികളെല്ലാം നിർത്തുന്നു, മഞ്ഞ വെളിച്ചം കത്തുന്നു, വണ്ടികൾ തയ്യാറാകുന്നു, പച്ച വെളിച്ചം കത്തുന്നു, വണ്ടികൾ മുന്നോട്ടോടുന്നു. അപ്പോൾ മനസ്സിലായോ പറഞ്ഞത്? ചുവപ്പ് വെളിച്ചം കത്തിയാൽ എന്താണ്? വണ്ടികളെല്ലാം നിർത്താൻ വേണ്ടിയിട്ടാണ് ചുവപ്പ് വെളിച്ചം സിഗ്നലിൽ കത്തുന്നത്. മഞ്ഞ വെളിച്ചം കത്തുന്നതോ വണ്ടികൾ പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോകാൻ പറ്റൂല. പക്ഷേങ്കിൽ മഞ്ഞ വെളിച്ചം കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടികൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം. പച്ച വെളിച്ചം കത്തുമ്പോഴാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റോഡിന് കുറുകെ വെളുത്ത വരകൾ, അതിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നു. അതെന്താണ്? സീബ്ര ക്രോസിംഗ് ആണ്. ആ സീബ്ര ലൈൻ ക്രോസിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? മനസ്സിലായില്ലേ? ഇപ്പോൾ പച്ച, മഞ്ഞ, ചുവപ്പ്. ചുവപ്പ് കത്തിയാൽ എന്താണ്? വണ്ടികളെല്ലാം നിർത്തുകയാണ് ചെയ്യുന്നത്. മഞ്ഞ കത്തിയാലോ വണ്ടികൾ പോകാൻ വേണ്ടി തയ്യാറാകുന്നു. പച്ച കത്തിയാലോ വണ്ടികൾ മുന്നോട്ടോടുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ മണിയൻ യാത്ര തുടർന്നു. പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചു പോയി. ഷോ, എന്തൊരു പുക! എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ? മണിയന് സംശയമായി. കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു. അയ്യോ, അവർ നിലവിളിച്ചു. തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക്! അപ്പോൾ നമ്മുടെ മണിയന് പുക തുപ്പിക്കൊണ്ട് വരുന്ന ഒരു ലോറിയെ കണ്ട് അവൻ പേടിച്ച് പോയിരിക്കുകയാണ്. അവൻ പറയാണ്, എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നതാണോന്ന്. മണിയന് ആകെ സംശയമായിട്ടോ. അപ്പോൾ എന്താണ്? കൂറ്റൻ ലോറി ഈ കുഞ്ഞിക്കാറിനും നമ്മുടെ മണിയൻ സൈക്കിളിനെയും നേരെ പാഞ്ഞു വന്നിക്കുകയാണ്. അപ്പോൾ അവരാകെ പേടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. കുറച്ചൊന്ന് തെന്നി മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്തൊരു വേഗത്തിലാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്! അങ്ങനെ മണിയൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? പറയാം, എഴുതാം. ഏതൊക്കെയാണ് പുകയില്ലാത്ത വാഹനങ്ങൾ? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയോ നോക്കട്ടെ. എല്ലാവരും അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് വിട്ടുതരിക. അപ്പോൾ ഏതൊക്കെയാണ് പുകയില്ലാത്ത വാഹനങ്ങൾ? എന്തിനൊക്കെ പുകയില്ല? സൈക്കിളിന് പുകയില്ലല്ലോ. പിന്നെന്തൊക്കെ നിങ്ങൾക്കറിയോ നോക്കട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു? ഒഴിഞ്ഞു മാറില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കും? ആ കൂറ്റൻ ലോറി നമ്മുടെ കാറിനെയും സൈക്കിളിനെയും തട്ടിയിട്ട് പോകുമായിരുന്നു അല്ലേ? മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം. മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി ടൗണിൽ പോകുമ്പോൾ മണിയൻ എന്തൊക്കെ കാഴ്ചകളാണോ ടൗണിൽ കണ്ടിട്ടുള്ളത് അതൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കാം. അപ്പോൾ മക്കളെ, എല്ലാവർക്കും ഈ പേജ് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതി നോക്കുക, വായിച്ച് നോക്കുക. നന്നായിട്ട് പാഠഭാഗങ്ങൾ വായിക്കണം കേട്ടോ. വായിച്ചാലേ നമുക്ക് ഓരോ വേർഡ്സും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും വായിച്ച് തന്നെ പഠിക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ലാസ്റ്റ് പേജും കൂടെ ഒന്ന് വായിക്കാം. നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ചെകിടടുപ്പിക്കുന്ന ഹോൺ ശബ്ദം. ഷോ, മടുത്തു. മണിയൻ സൈക്കിൾ മടക്കി യാത്ര ആരംഭിച്ചു. ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി. ഹാവൂ, ആശ്വാസമായി. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ മണിയൻ സൈക്കിൾ എന്ത് ചെയ്തു? യാത്ര തുടർന്ന് റോഡിലൂടെ ഇങ്ങനെ പോയി കുറേ വണ്ടികളുടെ ഹോണടി ശബ്ദം കേട്ടിട്ട് ആകെ മടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മണിയൻ സൈക്കിള് എന്താണ് ചെയ്തത്? മടക്ക യാത്ര ആരംഭിച്ചു. തിരിച്ച് മണിയൻ സൈക്കിൾ നമ്മുടെ പുഴയുടെ തീരത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആശ്വാസത്തോടെ അവിടെ കുറച്ച് നേരം വിശ്രമിക്കാമെന്നും പറഞ്ഞ് തിരിച്ച് നമ്മുടെ പുഴയുടെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ. വാഹനങ്ങളിൽ നിറക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് നമ്മൾ വാഹനങ്ങളിൽ നിറക്കുന്ന ഇന്ധനം? നമ്മൾ പെട്രോള്, ഡീസൽ അങ്ങനെയുള്ള ഇന്ധനങ്ങളൊക്കെ നിറക്കുന്നുണ്ടല്ലോ. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ? അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം. അത് നിങ്ങൾ ചെയ്യട്ടോ. ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവയുടെ ചിത്രം ഇതിൽ വരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് ചിത്രം നോക്കി കണ്ടെത്താം, എഴുതാം. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക? അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഹെൽമെറ്റൊന്നും വെക്കാതെ 3 പേര് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്കിൽ ഒരു കുട്ടിയൊക്കെ ഇരുത്തിങ്ങാണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ കാറിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. അടുത്ത പേജിലേക്ക് പോകാം. എന്നെ അറിയാമോ? ഞാൻ മണ്ണുമാന്തി യന്ത്രം. ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ. കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും. ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് നമ്മുടെ മണ്ണുമാന്തി യന്ത്രം, നമ്മൾ എന്താ പറയല്? JCB എന്ന മണ്ണുമാന്തി യന്ത്രം. അടുത്ത ഭാഗം വായിക്കാം. വഞ്ചി അക്കരയെത്തി. കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി. കേളും മാവിൻ്റെ കൈ പിടിച്ചു നടന്നു. വിശാലമായ നെൽവയൽ, എങ്ങും പച്ചപ്പ്. പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ. കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം! കുട്ടൻ കേളു അമ്മാവനോടൊത്ത് പിന്നെയും നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു. അത് ഞണ്ടാണ് കുട്ടാ, കേളുമ്മാവൻ പറഞ്ഞു. പിന്നെ അവൻ്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി. മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം. അപ്പോൾ നമുക്ക് കണ്ടെത്താം, കുട്ടനും കേളുമ്മാവനും ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്തത്? എന്താണ് ഉത്തരം? വഞ്ചി. വഞ്ചിയിലാണ് കുട്ടനും കേളുമ്മാവനും എത്തിയത്. അടുത്ത ക്വസ്റ്റ്യന്, വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. ആരുടേതാണ് ഈ കൈകൾ? ആരുടെ കൈകളാണ്? ഞണ്ട്. പാടാം, രസിക്കാം. അമ്പിളിമാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ എത്ര നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. ONV കുറുപ്പിൻ്റെ ഒരു കവിതയാണ് കേട്ടോ ഇത്. എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത്? എവിടെ പോയതാണ്? അമ്പിളിമാമൻ്റെ വീട്ടിൽ, ചന്ദ്രനിൽ പോയത്.